നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയെ ഇപ്പോൾ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ചൈനയിൽ അരങ്ങേറുന്നത്. ആരവമില്ലാത്ത നിരത്തുകൾ, ഭയം തെളിഞ്ഞു കാണാവുന്ന കണ്ണുകൾ. ചൈനയിലെ വുഹാൻ നഗരത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 8-നാണ് ന്യൂമോണിയ ലക്ഷണങ്ങളോടെ ഒരാളെ വുഹാനിലെ ആശുപത്രികളിലൊന്നിൽ പ്രവേശിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും ശക്തമായ സാമ്പത്തിക നിലയിലുള്ള 10 നഗരങ്ങളിലൊന്നായ വുഹാനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഡിസംബർ 31-ന് ലോകാരോഗ്യ സംഘടനയെ, അതായത് WHO-യെ ചൈന അറിയിക്കുകയും ചെയ്തു. പിന്നെ വേഗത്തിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. ജനുവരി 24 വരെയുള്ള കണക്ക് പ്രകാരം ചൈനയിൽ മാത്രം 41 പേർ കൊറോണ വൈറസ് ബാധിച്ചു മരിച്ചു. 1300-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. വൈറസ് ബാധയുണ്ടെന്ന സംശയത്തിൽ ചൈനയിൽ 1965 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. US ഉൾപ്പെടെ 11 രാജ്യങ്ങളിലേക്ക് രോഗാണുക്കൾ എത്തിയിരിക്കുന്നു. ഹോങ്കോങ്, മക്കാവു, തായ്വാൻ, തായ്ലാന്റ്, വിയറ്റ്നാം, സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, നേപ്പാൾ, മലേഷ്യ, സൗദിയിൽ ഒരു മലയാളി നേഴ്സ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ സൗദിയിലെ മലയാളി നേഴ്സിനെ ബാധിച്ചത് ചൈനയിലെ കൊറോണ അല്ല എന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇക്കാര്യം ആരോഗ്യവകുപ്പ് തള്ളിയിരുന്നു. മെർസ് വൈറസ് ആണ് സൗദിയിലെ നേഴ്സിനെ ബാധിച്ചതെന്നും ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ വൈറസ് ഇവിടെ എത്തിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. എന്നാൽ ചൈന ആശങ്കപ്പെടേണ്ടതുണ്ടെന്നും WHO പറയുകയുണ്ടായി. എന്നാൽ അതിന്റെ തുടർച്ചയായി ചൈനീസ് സർക്കാർ സ്വീകരിച്ച നടപടി പക്ഷേ ഞെട്ടിക്കുന്ന ഒന്നായി മാറി. ഏകദേശം 2 കോടി ജനത്തെയാണ് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ചൈന വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. അതും ചൈനീസ് പുതുവത്സര ആഘോഷത്തിനായുള്ള അവധി വെള്ളിയാഴ്ച ആരംഭിച്ചതിന് തൊട്ടു മുമ്പ്. ചൈനക്കാർ രാജ്യത്തും വിദേശത്തുമായി ആഘോഷിക്കുന്ന സമയമാണിത്. എന്നാൽ കൊറോണയുടെ സാഹചര്യത്തിൽ ലോകത്തിലെ ഭൂരിപക്ഷം വിമാനത്താവളങ്ങളിലും കർശന പരിശോധനയാണ് നടത്തിവരുന്നത്. ചൈനയിൽ നിന്നും പറഞ്ഞു വരുന്ന വിമാനങ്ങളിലും വിവിധ രാജ്യങ്ങൾ വന്നിറങ്ങുന്നവയിലും തെർമൽ സ്ക്രീനിങ്ങിലൂടെയും മറ്റും പരിശോധന ശക്തമാക്കിയിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ഗുരുതരമായ സ്ഥിതിവിശേഷം ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് ഹബ്ബുകളിലൊന്നായ വുഹാൻ നഗരത്തിൽ തന്നെ. ഇവിടുത്തെ ഹ്വാനൻ മാംസ മാർക്കറ്റിൽ നിന്നാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. മുതല മുതൽ കോവാലയുടെയും കങ്കാരുവിന്റെയും വരെ ഇറച്ചി ലഭിക്കുന്ന ചന്ത എന്നാണ് ഇതറിയപ്പെടുന്നത്. ഓരോ കടയിലും ലഭിക്കുന്ന മൃഗങ്ങളുടെ ചിത്രം സഹിതമാണ് മാർക്കറ്റിലെ പരസ്യം. മാംസം കൈകാര്യം ചെയ്യുന്നതാകട്ടെ വൃത്തിഹീനമായ സാഹചര്യത്തിലും. ഏകദേശം 1.1 കോടിയാണ് വുഹാനിലെ ജനസംഖ്യ. ഇവിടുത്തെ ജനങ്ങൾക്ക് നഗരം വിട്ട് പുറത്തു പോകാൻ അനുമതിയും ഇതുവരെ ലഭ്യമായിട്ടില്ല. അഥവാ പോകണമെങ്കിൽ വ്യക്തമായ കാരണം അധികൃതരെ ബോധിപ്പിക്കുകയും ചെയ്യണം. ആർക്കും നഗരത്തിലേക്കും പ്രവേശനവുമില്ല. ചൈനയുടെ 4 വശങ്ങളിലേക്കും ഒപ്പം ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും ഗതാഗത സൗകര്യം ഉണ്ടെന്നതാണ് വുഹാൻ നഗരത്തിന് അനുഗ്രഹമാകുന്നത്. അതാണ് ഇപ്പോൾ ശാപമായിരിക്കുന്നതും. ചൈനയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലേക്കും വുഹാനിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ട്രെയിനിൽ എത്തിച്ചേരാനാകും. ചൈനയുടെ അതിവേഗ റെയിൽപാതകളുടെ ഹബ്ബ് കൂടിയായി പലപ്പോഴും വുഹാൻ മാറുന്നു. അതിവേഗ റെയിൽപാതകൾ, അതോടൊപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിനുകൾ മണിക്കൂറിൽ 250 തുടങ്ങി 350 കിലോമീറ്ററാണ് വേഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചൈനയുടെ പരമ്പരാഗത റെയിൽപാതയും ഉൾപ്പെടുന്ന വുഹാൻ നഗരം ഇപ്പോൾ ഏകദേശം ജനങ്ങൾ ഒട്ടുമില്ലാതെ, ആരവമൊന്നുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുവഴി കടന്നു പോകുന്ന ട്രെയിനുകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പോലും നിർത്തുന്നില്ല. ഇങ്ങനെ വീട്ടുതടങ്കലിലായിരിക്കുകയാണ് 2 കോടിയിലധികം ചൈനയിലെ ജനങ്ങൾ. ഇത് പടർത്തുന്ന ആശങ്കയും ചെറുതൊന്നുമല്ല. കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.